إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തെറ്റുകൾ തിരുത്തുന്നതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ് എന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നതല്ല തെറ്റ്. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതാരും തിരുത്താൻ ശ്രമിച്ചാൽ ആ തിരുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് തെറ്റുകാരൻ. അയാൾ കുഴപ്പക്കാരനാണ്, അയാൾ വിവേകമില്ലാത്ത ആളാണ്, അയാൾ ശരിയായ രീതിയിൽ പെരുമാറാത്ത ആളാണ്, സന്ദർഭം നോക്കാത്ത ആളാണ്, സ്ഥാനവും അസ്ഥാനവും അറിയാത്ത ആളാണ് എന്നൊക്കെയുള്ള ഒരു ആഖ്യാനം പലപ്പോഴും ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വീടകങ്ങൾ മുതൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള സംവിധാനങ്ങൾ വരെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ വീടുകളിലൊക്കെ കുട്ടികളെ നിയന്ത്രിക്കുന്നവരും ഉണ്ടാവും, നിയന്ത്രിക്കാത്തവരും ഉണ്ടാവും, ഒരേ വീട്ടിൽ തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ ചില ഉമ്മമാർ അവരുടെ കുട്ടികളെ യഥേഷ്ടം തുറന്നുവിടും. എന്നാൽ മറ്റു ചില ഉമ്മമാർ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ച് നിയന്ത്രിച്ച് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുട്ടികൾക്കിടയിൽ തന്നെ ആ ഉമ്മ നല്ല ഉമ്മയാണ്, ഈ ഉമ്മ എപ്പോഴും നിയന്ത്രിക്കണ ഉമ്മയാണ്. അപ്പം ആരാണോ നിയന്ത്രിക്കുന്നത് അവരാണ് കുറ്റക്കാർ. എന്നാൽ എല്ലാ സൗകര്യത്തിനും നിന്നു കൊടുക്കുന്ന ആളുകളോ അവർ നല്ല ആൾക്കാരും. അത് വീടകങ്ങളിൽ മാത്രമല്ല, സ്ഥാപനങ്ങളിൽ അങ്ങനെയാണ്. അത് ഏത് സ്ഥാപനങ്ങളാകട്ടെ, അതിൽ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ കൃത്യമായി ഇടപെടുകയും നിയന്ത്രിക്കുകയും തിരുത്തലുകൾ കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ കുഴപ്പക്കാരായിരിക്കും. എന്നാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ എല്ലാത്തിനും ഒപ്പം സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിലോ അവർ നല്ല നല്ല ആളുകളായിരിക്കും. അത് വിദ്യാലയങ്ങളിൽ അങ്ങനെയാണ്, സ്കൂളുകളിൽ അങ്ങനെയാണ്, എവിടെയും അങ്ങനെയാണ്. ആരാണോ വിഷയങ്ങളിൽ ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അവർ കുറ്റക്കാരാണ് എന്ന ഒരു ആഖ്യാനമാണ് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത്. മതരംഗത്ത് പറയുകയും വേണ്ട. ഇപ്പോൾ തൗഹീദ് എവിടെയെങ്കിലും പ്രഭാഷണം നടത്തിയാൽ അവിടെയുള്ള ആളുകൾ പറയും, ഇത് ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി, ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ വിഷയങ്ങൾക്ക് പറയാനുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇത് തന്നെ പറയുന്നത്? അതുപോലെ വിവാഹത്തിൽ ആർഭാടങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് അത് പാടില്ലാത്തതാണെന്ന് വിമർശിച്ചാൽ അത്തരം ആളുകളെ കുറിച്ച് അവർ കാലം തിരിയാത്തവരാണ്, അവർക്ക് പഴയ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഇപ്പോഴത്തെ കല്യാണത്തിന് ട്രെൻഡ് അവർക്ക് അറിയിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഈ തിരുത്തുന്നവനെയാണ് പലപ്പോഴും ആളുകൾ വേട്ടയാടാൻ ശ്രമിക്കാറുള്ളത്. മൊബൈലിൻ്റെ ദുരുപയോഗത്തെ സംബന്ധിച്ച്
ഒരു ഉമ്മയെങ്ങാനും ഒരു മകനോടോ മകളോടോ പറഞ്ഞാൽ ആ കുട്ടി അതിൻ്റെ പേരിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ, ആത്മഹത്യാ പ്രവണത കാണിച്ചാൽ, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ഉമ്മയുടെ പേരിൽ കെട്ടിവെക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികളതൊരു ആനുകൂല്യമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ വേഗം ഞാൻ അവിടെ ചാടും, ഇവിടെ ചാടും, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. ആ ഭീഷണിക്കൊപ്പം നിന്ന് കൊടുക്കുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും സമൂഹത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഷിയാ സ്വാധീനം, അത് സമൂഹത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും, അഹ്ലുസുന്നക്ക് എതിരാണ്, അത് ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയാത്തൊരാശയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഉടനെ ആ പറയുന്ന ആളുകൾ സിയോണിസ്റ്റുകളാണ്, ജൂതന്മാരാണ്, സിയോണിസ്റ്റുകളുടെ ഏജന്റുമാരാണ് എന്ന രീതിയിലേക്ക് ഒരു സൈബർ അറ്റാക്ക് തന്നെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതോ ചെയ്യുന്നതോ തെറ്റ് കാണിക്കുന്നതോ അല്ല കുറ്റം. മറിച്ച് ആ തെറ്റിനെ തെറ്റാണെന്നും അത് തിരുത്തണമെന്നും പറയാൻ ശ്രമിക്കുമ്പോൾ അവരാണ് ഇന്ന് സമൂഹത്തിൽ പ്രതികളായി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സാഹചര്യത്തെ നമ്മൾ ഇനി കാണാതിരുന്നുകൂടാ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴേ ആ വിഷയത്തെ നമുക്ക് അപഗ്രഥിക്കാൻ കഴിയുകയുള്ളൂ. അതിലൊന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സമുദായത്തെ കേവലം ഒരു ആൾക്കൂട്ടമാക്കി മാറ്റാൻ അജണ്ട വെച്ച് വർക്ക് ചെയ്യുന്ന ചില യൂട്യൂബർമാരുണ്ട്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അവർ മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക. അവർ വന്നിട്ട് മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിക്കേണ്ടവരല്ല. മുസ്ലിം പേരുണ്ടായാൽ മതി, അല്ലെങ്കിൽ മുസ്ലിം തറവാട്ടിൽ ജനിച്ചയാളായാൽ മതി, ഒരു മുസ്ലിം മഹല്ലിലുണ്ടായ ആളായാൽ മതി. അവർക്ക് പിന്നെ എങ്ങനെയാവാം? അവരുടെ വിശ്വാസം നിങ്ങൾ തലനിര കീഴി ചികയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ അഖീദയെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. അവിടെ ഏതാ ശരി തെറ്റെന്ന് പറയേണ്ട കാര്യമല്ല. അതൊക്കെ സംഘടനാ സങ്കുചിതത്തിന്റെ ഭാഗമായി പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മുസ്ലിം പേരുണ്ടെങ്കിൽ അവരൊക്കെ മുസ്ലിങ്ങളായി, ഇനി ഷിയാക്കളായാലും വേണ്ടില്ല, മുസ്ലിങ്ങളായാലും വേണ്ടില്ല, അഹ്ലുസുന്നയായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, പേരുണ്ടോ അവരൊക്കെ മുസ്ലിങ്ങളാണ് എന്നൊരു പൊതു ആഖ്യാനം കൊണ്ടുവന്നുകൊണ്ട് എല്ലാ വിഷയത്തോടും ആ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ അന്തസത്തയെ ചോർത്തിക്കളയുകയും അവർ കേവലം ഒരു ആൾക്കൂട്ടമായി ജീവിച്ചാൽ മതി എന്ന ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെ ഇവിടെ പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഇത്തരം ഒരു സാഹചര്യം രൂപപ്പെടുന്നതിൽ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, സമുദായത്തിൽ സ്വാധീനമുള്ളവരുടെ ചെയ്തികളാണ്. അതായത് സമുദായത്തിന്റെ പേര് അറിയപ്പെടുന്ന പല ആളുകളുണ്ട്. അത് സന്നദ്ധ സേവന രംഗത്തായിരിക്കാം, സെലിബ്രിറ്റികളുടെ രൂപത്തിലായിരിക്കാം, രാഷ്ട്രീയ രംഗത്തായിരിക്കാം, സ്ഥാനാർത്ഥികളുടെ രൂപത്തിലായിരിക്കാം. അവരെ ഒരു സമുദായത്തിന്റെ ഐക്കണുകളായി അല്ലെങ്കിൽ ആ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു സാമുദായിക വികാരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അത്തരം ആളുകൾ ചെയ്തു കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അവർക്ക് ഒരുപക്ഷെ വോട്ട് കിട്ടാനായിരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിരിക്കാം. അങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ പിന്തുണ കിട്ടാൻ വേണ്ടി തൻ്റെ മതപരമായ ഐഡന്റിറ്റികൾ മുഴുവനും തമസ്കരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയകളിൽ റീൽസുകളായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും പൊതുസമൂഹം ഇവിടെ ആശങ്കയിലാവുകയാണ്. ഇതിലേതാ ശരി, ഏതാ തെറ്റ്? ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അവിടെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ആളുകളാരാ? ഇതിൽ തെറ്റും ശരിയും വേർതിരിച്ചു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്. അറിവുള്ളവർ മൗനം പാലിക്കും ചെയ്യും. അറിവുള്ളവർ ആരും തിരുത്തൂല്ല. അതെന്തുകൊണ്ടാണ് തിരുത്താത്തത്? തിരുത്തിയാൽ ഞാനായിട്ട് തിരുത്തിയിട്ട് കുറ്റക്കാരനാകണ്ട, ഞാനായിട്ട് കുഴപ്പക്കാരനാകണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെറ്റ് തിരുത്തുന്നതാണ് ഇന്ന് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ തെറ്റ് ചെയ്യുന്ന ഒരാളായി ഞാൻ മാറണ്ട. അപ്പൊ എല്ലാവരും സൈലന്റ് ആവും. അപ്പൊ സൈലന്റ് ആവുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇത്തരം ആളുകൾ ചെയ്യുന്നതാണ് ഇസ്ലാമികമെന്നും ആളുകൾ തെറ്റിദ്ധരിക്കും. ആരും തിരുത്തുന്നില്ലല്ലോ. കാരണം ആ പണ്ഡിതന്മാരൊന്നും പറഞ്ഞില്ല, ആ സംഘടനയുടെ ആളുകളൊന്നും പറഞ്ഞില്ല. അവരൊക്കെ അത് കാണുന്നുണ്ടല്ലോ, ഈ റീൽസ് കാണുന്നുണ്ടല്ലോ, പത്രത്തിൽ വന്ന് കാണുന്നുണ്ടല്ലോ, എന്തുകൊണ്ടേ തിരുത്തിയില്ല? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ആവാം. ഈ ഒരു ആഖ്യാനത്തിലേക്ക് പൊതുസമൂഹം എല്ലാം എത്തിക്കൊടുക്കുകയാണ്. അങ്ങനെ അവസാന സാധാരണക്കാർ എത്തുന്ന രീതി എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു കാലം ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ, പഴയ കാലമൊന്നും അല്ല എന്ന ഒരു ആഖ്യാനത്തിലേക്ക് പൊതുസമൂഹം എത്തിച്ചേരുന്നു എന്നത് തന്നെയാണ്.
ഇത് ഇനി നമ്മൾ തിരിച്ചറിയാതെ പോകാൻ പാടില്ല. ഇത്തരം സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ തിരിച്ചു പിടിക്കാനുള്ള കരുത്ത് നമ്മൾ നേടേണ്ടതുണ്ട്. ആ കരുത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പകർന്നു കൊടുക്കാൻ തന്നെയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കുന്നതിന് വേണ്ടി, സ്മരിക്കുന്നതിന് വേണ്ടി, ഇബ്രാഹിം നബിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു സന്ദർഭം തന്നെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സന്ദർഭം ഏതാ? അത് ഹജ്ജ് മാസം ആകുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഹജ്ജ് മാസത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്. നമ്മൾ ആളുകളൊക്കെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു, യാത്രകൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്മരണകൾ കൊണ്ട് മുഖരിതമായ ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇനി ഹജ്ജിന്റെ പെരുന്നാൾ വരാൻ പോകുന്നുണ്ട്. ആ പെരുന്നാൾ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയെ കുറിച്ച് സംസാരിക്കാനുള്ളതാണ്. എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിർബന്ധപൂർവം വർഷത്തിലൊരിക്കൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യത്തിന് വിധേയനായ ഒരു പ്രവാചകനായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം ഇബ്രാഹിം നബി സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ കുടുംബം വേട്ടയാടി, സമൂഹം വേട്ടയാടി, രാജാവ് വേട്ടയാടി, എല്ലാവരും അദ്ദേഹത്തെ വേട്ടയാടി. ഒരൊറ്റയാൾ പട്ടാളമായി കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് പോയത്. ഇബ്രാഹിം നബി പറയുന്ന ആ തെറ്റുകൾ തിരുത്തി കൊടുക്കുമ്പോ ആ ഇബ്രാഹിമിന് എന്തോ ഒരു ഭ്രാന്താണ്, കുഴപ്പക്കാരനാണ്, ഏതോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നാട്ടിൽ മൊത്തത്തിലുള്ള സംസാരം. അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തെ എന്നിട്ടും ഇബ്രാഹിം നബി എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് മുസ്ലിം സമുദായം പഠിക്കുകയും പകർത്തുകയും ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉത്തമമായ മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്കുണ്ട്. ആരാ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവര്? ഭാര്യ, അതേപോലെ തന്നെ മക്കൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാജറ ബീവി, ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് പകർത്താവുന്ന ഉത്തമമായ മാതൃകകൾ ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കാരണം എന്താണെന്നറിയാം? ഇബ്രാഹിം നബി എന്ത് സാഹചര്യം എന്തോ ആകട്ടെ, വൈകാരികമായിട്ടല്ല ഇബ്രാഹിം നബി ചിന്തിച്ചത്, വിചാരപരമായിട്ടാണ്. അള്ളാഹ് എന്തു പറഞ്ഞോ അത് സാഹചര്യം അനുകൂലമല്ലെങ്കിലും, സ്വന്തം പ്രകൃതം അനുകൂലമല്ലെങ്കിലും അള്ളാഹ് പറഞ്ഞത് അപ്പടി കേൾക്കുക എന്നുള്ളതാണ് ഇബ്രാഹിം നബിയുടെ പ്രത്യേകത. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് കീഴ്പ്പെടൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഇതാ ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അപ്പ തന്നെ സമ്മതിക്കുകയാണ്. എന്തിലൊക്കെ കീഴ്പ്പെട്ടു? ഒരു കുഞ്ഞു മകനുണ്ടായിട്ട് അത് കുറെ കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്. ആ കുട്ടി ഉണ്ടായി വളർന്ന് സ്വന്തം കയ്യിൽ ഇങ്ങനെ വിരലുമ തൂങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കാം. നമുക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുട്ടികൾ. ആ സന്ദർഭത്തിലാണ് അള്ളാഹ് പറയുന്നത്, എന്ത്? എന്റെ പ്രീതിക്ക് വേണ്ടി നീ നിന്റെ മകനെ ബലിയർപ്പിക്കണം. അപ്പൊ ഇബ്രാഹിം നബി അവിടെ അസ്വസ്ഥനാകലിന് ചെയ്ത് അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ ചെയ്യന്നെ. ആ വിവരം ഇസ്മായിൽ നബിയോട് സംസാരിക്കുകയാണ്. അപ്പൊ എന്താ പറയണത്? എന്താ വാപ്പങ്ങൾക്ക് ബിരാന്താണോന്നോ ചെല്ല ചോദിക്കണത്. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതാ അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്. അതാണ് അദ്ദേഹത്തിലും മക്കളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയാം. അപ്പൊ അടച്ചോൻ എന്ത് പറഞ്ഞോ അത് കേൾക്കുക. പക്ഷെ അവസാനം ഒരു ആടിനെ പകരം നൽകിക്കൊണ്ട് ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി എന്ത് ചെയ്യുമെന്നതായിരുന്നു അള്ളാഹു പരീക്ഷിച്ചത്. അപ്പൊ എന്താ വിഷയം? കീഴൊതുങ്ങ്, അള്ളാഹ് പറഞ്ഞോടത്ത് നിൽക്കുക, സാഹചര്യം എന്തോ ആകട്ടെ, അതൊന്നൊരു വിഷയമല്ല എന്നുള്ളതാണ്. ഏതുവരെ? പിതാവിനെ തിരുത്തിയില്ലേ? പിതാവിനെ തിരുത്തി. ഇത് ഖാലലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. പച്ചക്ക് തൗഹീദ് പറഞ്ഞുകൊണ്ടാണ്. ഇബ്രാഹിം നബിയുടെ പിതാവ് അവിടുത്തെ ഒരു വ്യാപാരിയായിരുന്നു. എന്താ വ്യാപാരം? ബഹുദൈവാരാധനയുടെ ഹോൾസെയിൽ വ്യാപാരി. നാടുകൾക്ക് മുഴുവൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആള്. ആ വീടിന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ആ വീട്ടിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റ് വന്നുകൊണ്ട് സ്വന്തം വാപ്പയുടെ മുഖത്ത് നോക്കി പറയുന്നത്, ഈ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? യാ അബത്തി, പൊന്നു വാപ്പ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമ്,
എനിക്ക് ഒരു വിവരം വന്ന് കിട്ടിയിട്ടുണ്ട്. മാലം യഅ്തിക്, നിങ്ങൾക്ക് കിട്ടാത്ത വിവരം, നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരറിവ് എനിക്ക് വന്ന് കിട്ടിയിട്ടുണ്ട് വാപ്പാ. അതുകൊണ്ട് ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യ, നിങ്ങൾ എന്നെ പിൻപറ്റി ആ ശരിയായ വഴിയിലേക്ക് നിങ്ങൾ വരൂ. യാ അബതി, പിന്നെയും വിളിക്കാണ്, പൊന്നു വാപ്പാ, ലാ തഅബുദി ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ഒരിക്കലും ആരാധിക്കരുത്. കാരണം ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ, അത് പരമകാരുണ്യകന് ധിക്കാരിയാണവൻ. ആ ശൈത്താൻ, അവനെ നിങ്ങൾ ആരാധിക്കരുത്. വീണ്ടും പറയാണ്, യാ അബതി, പൊന്നു വാപ്പാ, ഇന്നി അഖാഫു വയമസ്സക അദാബും മിനർ റഹ്മാൻ, ഞാൻ നിങ്ങളോട് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നത്, നിങ്ങൾ ശൈത്താൻ ആരാധിക്കരുതെന്ന് പറയുന്നത്, നിങ്ങൾ ഈ തിന്മയിൽ നിന്ന് മടങ്ങണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല വാപ്പാ, മറിച്ച് എന്താ, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുകയാണ്, ഞാൻ പേടിക്കുകയാണ്. എന്താ പേടി? അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ, ആ പരമകാരുണ്യകനായ പടച്ചതമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നരകാഗ്നിയുണ്ട്. ആ നരകാഗ്നിയിൽ എന്റെ വാപ്പ കത്തിക്കരിയുന്നതിന് എനിക്ക് പേടിയാണ്. എന്റെ വാപ്പാന്റെ ശരീരം ആ നരകാഗ്നിയിൽ പോയിക്കൂടാ. ഫതകൂന ലിശൈത്വാനി വലിയ, നിശ്ചയമായും പിശാചിന്റെ വലിയായി മാറും നിങ്ങൾ, അങ്ങനെ ആയിക്കൂടാ എന്നാണ് മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വാപ്പാനോട് പറയുന്നത്. വാപ്പ എന്തേ പറഞ്ഞു? ല അർജുമന്നക എന്നാ പറഞ്ഞു, ഞാൻ എന്നെ എറിഞ്ഞോടിക്കും എന്ന് പറഞ്ഞപ്പോ, എനിക്കാരാ ഈ വാപ്പാന്റെ സ്വത്ത് എനിക്ക് കിട്ടുമോ, എനിക്ക് വീട് കിട്ടുമോ, വാപ്പ പുറത്താക്കി എന്താ ചെയ്യാ, ഇതൊന്നും ഇബ്രാഹിം നബി ആലോചിച്ചിട്ടില്ല. പുറത്താക്കുന്നു എറിഞ്ഞോടിക്കുന്നു പറഞ്ഞപ്പോ തന്റെ ആദർശം കൊണ്ട് അവിടുന്ന് ഇറങ്ങിയാണ് പോവുക ചെയ്തു. അതാണ് ഒറ്റയാൾ പട്ടാളമായി സ്വന്തം വാപ്പ കൈവിട്ടപ്പോഴും എഴുന്നേറ്റത്. ഈ കാലഘട്ടത്തിൽ സുഹൃത്തുക്കളെ, ആരെങ്കിലും ഒന്ന് പരിഹസിക്കുമ്പോഴേക്ക്, ആരെങ്കിലും നമ്മളെ ഒരു നന്മയുടെ പക്ഷത്ത് നിന്നതിന്റെ പേരിൽ, ഒരു തിന്മക്കെതിരെ നമ്മൾ വിരൽ ചൂണ്ടിയതിന്റെ പേരിൽ ആരെങ്കിലും നമ്മെ ഒന്ന് പരിഹസിക്കുകയോ ഒരു കുത്തുവാക്ക് പറയുകയോ ചെയ്യുമ്പോഴേക്ക് അതുപോലും താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തിനാപ്പാ പറയാൻ പോണത്, ഞാൻ എന്തിനാ അത് പറയാൻ പോണത്? ഇബ്രാഹിം നബി സ്വന്തം വാപ്പയാണ് പറയുന്നത്, ഞാൻ എറിഞ്ഞാട്ടും എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല എന്നാ പറയുന്നത്. എനിക്ക് എന്റെ ആദർശമാണ് വലുത്. സമൂഹത്തോടെന്താ ഇബ്രാഹിം നബി പറഞ്ഞത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വാപ്പന്റെ ഇറക്കി വിട്ട അവിടെ ഇങ്ങനെ സ്വീകരിക്കാൻ ആൾക്കാർ ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്? അവിടെ സ്ഥലം കൊടുക്കാൻ ആളില്ല, താമസിക്കാൻ വീടില്ല. ആ സമൂഹത്തിനോട് എന്താ പറഞ്ഞത്? ഇത് കാലു ലിഖൗമിഹിം മിന്നാ ബുറാഉ മിൻകും, ആ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാനുണ്ട്, പക്ഷേ നിങ്ങൾ അല്ലാഹുവല്ലാത്തവരോട് ആരാധിക്കുന്നുണ്ടല്ലോ, ആ ബിംബങ്ങളോട് ആരാധിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. അതിന് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. മിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആ കാര്യത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ്, വേറെയുള്ളതിലൊക്കെ ഞാൻ ഉണ്ടാവും. എത്ര കൃത്യമാണ് ഇബ്രാഹിം നബിന്റെ വർത്തമാനം. അതാണ് പച്ചക്ക് തൗഹീദിന്റെ കാര്യത്തിൽ ഉറച്ചു നിന്ന വ്യക്തിത്വം. പിന്നെ അവിടെ ഭരിക്കുന്നത് രാജാവാണ്. ആ രാജാവ് അന്വേഷിച്ചു, ആരാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്? സമൂഹം മുഴുവൻ ചിന്തിച്ചു, അല്ലേ, ആരാണ് ഞങ്ങളെ വിഗ്രഹങ്ങളൊക്കെ കൊത്തി നുറുക്കിയത് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഏതോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ മൊത്തത്തിൽ സംസാരിക്കുക. ഏതോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, ഒറ്റപ്പെടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒറ്റക്കാണ്, അവിടെ ആരുമില്ല. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എന്താ ശിക്ഷ? എല്ലാവരോടും നാട്ടുകാരോടും മുഴുവൻ രാജാവ് പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരെങ്കിലും അല്ല. എന്താ രാജാവ് പറഞ്ഞിട്ട് മുഴുവൻ കത്തിക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അതിക്ക് എണ്ണയും വിറകും ഒക്കെ നേർച്ചയാക്കുന്ന ആൾക്കാർ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇയാളിട്ട് ചുട്ട് കരിക്കാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കി, ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചഞ്ചലനാകുന്നില്ല, സമചിത്തത കൈവിടുന്നില്ല, ആദർശം വലിച്ചെറിയുന്നില്ല. താൻ തെറ്റാണെന്ന് പറഞ്ഞത് തെറ്റാണ് ഊക്കോടുകൂടി പറയാനുള്ള നെഞ്ചുറപ്പ് ആ മഹാനായ പ്രവാചകൻ അവിടെ കാണിക്കുകയാണ്. എന്താ ഹദീസിൽ വന്ന വാക്ക് നോക്കൂ നിങ്ങൾ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഇബ്രാഹിം നബി പറയാണ്, ഹസ്ബുനല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി, എനിക്ക് ഭരമേൽപ്പിക്കാൻ പടച്ചോൻ മതി. എനിക്ക് ഇവിടുത്തെ രാജാവിന്റെ കൂടെയുണ്ടോ എന്ന് എനിക്ക് വിഷയമല്ല, എന്റെ വാപ്പ എന്റെ കൂടെയുണ്ടോ എന്നത് വിഷയമല്ല, എന്റെ കുടുംബം എന്റെ കൂടെയുണ്ടോ എന്നത് വിഷയമല്ല, മറിച്ച് എനിക്ക് അല്ലാഹ് മതി. ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖി ഫിന്നാർ. ഇബ്രാഹിം നബിയെ ആ അഗ്നികുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വാക്കിതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുഹൃത്തുക്കളെ, തിന്മക്കെതിരെ ഒറ്റപ്പെട്ടാലും അത് എഴുതി വെച്ചോ, അല്ലാഹ് കൈവിടൂല. ആര് കൈവിട്ടാലും അല്ലാഹ് കൈവിടൂല. അതിന്റെ ഉദാഹരണം ഇബ്രാഹിം നബി കാണാൻ പറ്റും. എന്നിട്ട് എന്തേ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ എന്താ?
ഖുൽനാ യാ നാറു കൂനി ബർദൻ വസ്സലാമാ അലാ ഇബ്രാഹീം. ഈ തീയിന് കരിയുക എന്ന ആ ഒരു കഴിവ് കൊടുത്തത് ആരാ? അള്ളയാണ്. തീയിന് കരിയുക എന്നുള്ളതും ഐസിന് തണുക്കുക എന്നുള്ളതും കഴിവ് കൊടുത്തത് ആരാ? അള്ളയാണ്. ആ അള്ള ഉടനെ തീയിന് ഓർഡർ കൊടുത്തു, യാ നാർ, ഏ തീയേ, കൂനി ബർദം വസ്സലാമ, നീ തണുപ്പും രക്ഷയുമാവുക ആർക്കുമേൽ? അല ഇബ്രാഹിം, ഇബ്രാഹിമിനെ കരിക്കരുത് എന്ന ഓർഡർ അള്ളാഹു കൊടുക്കുകയാണ്. വഅറാദു ബിഹി കൈദ, ആ രാജാവും കിങ്കരന്മാരും സമൂഹവും ബഹുദൈവ വിശ്വാസികളും വലിയ ഒരു ഗൂഢാലോചനയാണ് ഇബ്രാഹിം നബിക്ക് നേരെ നടത്തിയത്. പക്ഷേ സംഭവിച്ചത് എന്താ? ഫജഅൽനാഹും അഖ്സരീൻ, അവരെല്ലാവരും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടു. ഇബ്രാഹിം നബി രക്ഷപ്പെട്ടു. എന്താ വിഷയം? നമ്മൾ ഹക്കിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പടച്ച തമ്പുരാന്റെ കാവലുണ്ടാവും. ഇനി പ്രയാസപ്പെടുകയാണെങ്കിലോ അത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ജയിച്ചാൽ നാളെ പരലോകത്ത് നമുക്ക് അവിടെ സ്വർഗം കിട്ടും. അതിനല്ലേ നമ്മുടെ അവിടെ ജീവിക്കുന്നത്. അത് അവിടെ കുറച്ചു കാലം ജീവിച്ചു മരിക്കാനല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഉറപ്പിച്ചോ, ഹക്കാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ആ ഹക്ക്, ആ സത്യം ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന വിചാരിച്ച് മിണ്ടാതെക്കുന്ന ഒരു സ്വഭാവം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. സമുദായം കേവലം ഒരാൾക്കൂട്ടമായി അധപ്പതിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നതും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പോക്ക് പോയാലേ എന്താ നമുക്ക് സംഭവിക്കുക അറിയോ? അത് റസൂലുള്ളാഹി പറഞ്ഞു നോക്കിങ്ങൾ. അൻ സൗബാൻ റളിയല്ലാഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസികുൽ ഉമമു, ദാ എന്റെ സമുദായം ആയി മാറും എങ്ങനെ? അൻ തദാ അലൈക്കും കമാ തദാ അൽ അഖ്ലതു ഇലാ ഖസ്അതിഹാ, വിശന്ന് പൊരിഞ്ഞ ആൾക്കാര് ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടി വരുന്നത് പോലെ എന്റെ സമുദായത്തിന്റെ നേരെ മറ്റുള്ള ആളുകൾ, ശത്രുക്കളൊക്കെ എന്ത് ചെയ്യും? സമുദായത്തിന്റെ നേരെ എങ്ങനെ വരും? ഇപ്പൊ ഒന്നോ അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ന് മുസ്ലിം സമുദായത്തിന് ഈ അവസ്ഥ ഉണ്ടോ അല്ലേ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ചോദിക്കുന്നവർ ചോദിച്ചു, അല്ല പ്രവാചകരെ, അങ്ങനെ ഒരു കാലം വരുമ്പോ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, എല്ലാവരും പാടെ വളയണമെങ്കിൽ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ, നമ്മൾ കുറച്ചാളെ ഉണ്ടാവുള്ളൂ. കാലാവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കുറച്ചൊന്നല്ല, നിങ്ങൾ കുറെ ആളുണ്ടാവും. മുസ്ലിം സമുദായത്തിന്റെ പേരിൽ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ എന്തായിരിക്കും അവസ്ഥ? അവരെ അത് വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ചപ്പ് ചവറുകളെ പോലെയാവും. അത് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല, പേരേ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുസ്ലിം സമുദായത്തിന്റെ ആൾക്കൂട്ടമാക്കി മാറ്റാൻ വേണ്ടി ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ടോ എന്നിട്ട് നിങ്ങളെ കുറിച്ച് ശത്രുക്കളുടെ മനസ്സിലുള്ള ഭയം അള്ളാഹു ഊരിയെടുക്കും. പിന്നെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഒരു വില ആർക്കും ഉണ്ടാവില്ല, വേറെയുള്ള സമുദായത്തിനൊരു വില ഉണ്ടാവില്ല. മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ എന്തിട്ട് വരും? വഹനിട്ട് തരികയും ചെയ്യും. എന്താ? ഫഖാല ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൽ വഹൻ, എന്ത് ഈ വഹൻ എന്ന് പറഞ്ഞാൽ? അതായത് മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തിൽ വഹനിട്ട് തരും, മറ്റേ ആൾക്കാരുടെ മനസ്സിൽ എന്തിട്ട് തരും? ഇവരെ കുറിച്ചുള്ള പേടി ഒഴിവാക്കുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വന്നതാണല്ലോ. അപ്പൊ എന്താ ഈ വഹൻ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. രണ്ട് കാര്യം. ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ പ്രേമം അഥവാ ഭൗതികത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള ആർത്തിയും, ഇത് രണ്ടും മുസ്ലിം സമുദായത്തിന്റെ മനസ്സിലാണ് ഇട്ട് തരുന്നതോടുകൂടി വേറെയുള്ള ആൾക്കാരൊക്കെ അവരെ വേട്ടയാടുന്ന പരുന്തുകളെ പോലെ വേട്ടയാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം എത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ ഒരു ആൾക്കൂട്ടത്തിലല്ല നമ്മൾ പെടേണ്ടത്, ഈ ചപ്പ് ചവറുകളാകല്ല നമ്മൾ വേണ്ടത്. നമ്മൾ തിന്മയെ തിന്മയായും നന്മയെ നന്മയായും കാണുക, സത്യവും അസത്യവും വേർതിരിച്ച് കാണുക. അല്ലാതെ സത്യവും അസത്യവും അർദ്ധസത്യവും പരസ്പരം കൂട്ടിക്കലർത്തി എന്തുമാകട്ടെ, ഞാൻ വീട്ടിലിടപെടൂല, ഞാൻ നാട്ടിലിടപെടൂല, ഇതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ വായതനില്ല, ഞാൻ സ്കോഡ് വർക്കിനില്ല, ഞാൻ പ്രസംഗത്തിനില്ല, അതൊക്കെ ആരെങ്കിലും ഒക്കെ നടത്തിക്കോട്ടെ. അവസാനം ഇതൊരു കപ്പലാണ്, ഇതൊരു കപ്പലാണ്. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്, ഒരു കപ്പലാണത്. ഒരു കപ്പൽ, രണ്ട് തട്ടുള്ള കപ്പൽ പിന്നെ കടലിൽ കൂടി പോവാ. മുകളിലത്തെ തട്ടിലുള്ള ആളുകൾക്കുള്ള വെള്ളം താഴത്തെ തട്ടിലാണ്. അപ്പൊ താഴത്തെ തട്ടിലുള്ള ആളുകൾക്കുള്ള വെള്ളം മുകളിലത്തെ തട്ടിലാണ്, നേരെ തിരിച്ചാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഈ താഴെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, എന്തിനാ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോകേണ്ട കാര്യം? ഇവിടെ ശരിക്കൊരു ദ്വാരം ഉണ്ടാക്കി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടുന്ന് കിട്ടുമല്ലോ. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അവിടെ ഒരു ഓട്ടം ഉണ്ടാക്കി.
അപ്പൊ വേറുള്ളവരൊക്കെ അത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതിപ്പോ അയാളെ സീറ്റിന്റെ ചോട്ടിലല്ലേ, നമ്മളെങ്ങനെ ബാധിക്കുന്നു? നമ്മളെ ബാധിക്കൂലല്ലോ. എന്തായിരിക്കും അവസ്ഥ? അയാളെ ചോട്ടിലാണ് ആ ഒരു ദ്വാരം ഉണ്ടാക്കണതെങ്കിലും വെള്ളം കയറി എല്ലാവരും മുങ്ങും, അയാൾ മാത്രമല്ല മുങ്ങുക. അതേപോലെയാണ് സമൂഹം. അത് അവന്റെ വീട്ടിലല്ലേ, അത് അവിടെയല്ലേ, അത് മറ്റേ സ്ഥാപനത്തിലല്ലേ, അത് ഇയാളല്ലേ, അത് ഉന്നെ ബാധിക്കൂല. ആര് പറഞ്ഞു? ഒരു നാട്ടിൽ തിന്മകൾ പടർന്നു കഴിഞ്ഞാൽ ഇവിടെ ലഹരി പടർന്നാൽ നമ്മളെ കുട്ടികളെടുത്ത് കൊത്തും, ഇവിടെ വ്യഭിചാരം സാർവത്രികമായാൽ അത് നമ്മളെ വീട്ടിൽ കൊത്തും, ഇവിടെ ശിർക്ക് വ്യാപിച്ചാൽ അത് നമ്മളെ ആളുകളിൽ കൊത്തും. അതുകൊണ്ട് ഈ തിന്മയുടെ ദ്വാരമടക്കുക എന്നത് എല്ലാവരും ഉത്തരവാദിത്തം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കേരളം ഒരു റിസൾട്ടിനെ കാത്തിരിക്കുകയാണ്. ഈ വരുന്ന 4-ാം തീയതിയാണ് നമ്മൾ എല്ലാവരും വോട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് വരുന്ന ഒരു ദിവസം. നമ്മൾ അടുത്തൊരു 5 വർഷം കേരളം ആര് ഭരിക്കണം എന്ന് അത് തീരുമാനമാകുന്ന ദിവസമാണ്. എല്ലാവരും അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അന്യമാകാൻ പാടില്ല. അരാഷ്ട്രീയവാദം ഒരിക്കലും വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. നമ്മളൊരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷനും റിസൾട്ടും മറ്റു കാര്യങ്ങളൊന്നും എൻ്റെ വിഷയത്തിൽപ്പെട്ടതല്ല, അത് രാഷ്ട്രീയക്കാർ നോക്കിക്കോളും എന്ന ഒരു ശൈലി ഒരു കാരണവശാലും നമുക്ക് പാടില്ലാത്തതാണ്. ഉചിതമായ നിലപാടുകളും അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഈ വിഷയങ്ങളിൽ നമുക്കുണ്ടാവുകയും ഇടപെടേണ്ട സന്ദർഭങ്ങളിൽ ഇടപെടുകയും ആ സംവിധാനങ്ങൾ നേർക്കുനേരെ നയിക്കാൻ നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള പങ്ക് നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഏത് വിഷയം വന്നാലും ഇന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് റീച്ച് കിട്ടണമെങ്കിൽ അതൊരു മുസ്ലിം വിഷയമാകണം. രാത്രി നടക്കുന്ന അന്ത്യചർച്ചകൾ നോക്കും നിങ്ങൾ, അതൊരു മുസ്ലിമുകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഭയങ്കര റീച്ച് ഉണ്ടാവുകയും അതിന് കാഴ്ചക്കാരുണ്ടാവുകയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വിഷയവും ഒരു മുസ്ലിം പേര്, മുസ്ലിം സംവിധാനം, മുസ്ലിം മുഖ്യമന്ത്രി, അതൊക്കെ ചർച്ചയാണ് കേരളത്തിൽ. എന്താ ഇപ്പോൾ ഇന്ത്യയിലെ പൗരന്മാരെല്ലാവരും ഒരുപോലെയാണ്. ആ പൗരന്മാര് അവർക്ക് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്താൽ അവരെ മതം നോക്കിയിട്ടല്ല അതൊന്നും തീരുമാനിക്കേണ്ടത്. പക്ഷെ അതൊക്കെ ഇന്ന് കേരളത്തിൽ ചർച്ചയാണ്. അതുകൊണ്ട് എപ്പോഴും പ്രത്യേകിച്ച് ഇസ്ലാം മതം ഒരു ചർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെറ്റായ കാര്യങ്ങൾ സിസ്റ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വരും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ജാഗ്രതയോടുകൂടി കാണുക, ഇടപെടുക, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നത് നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഡ്യൂട്ടിയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം അതിൽ ഇടപെടേണ്ടത്. ഇനിയിപ്പോൾ റിസൾട്ട് വരുന്നന്ന് നമ്മുടെ ഇപ്പം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ അന്നത്തെ ദിവസം ഇതുവരെ കാണാത്ത കുറേ ട്രെൻഡുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു DJ പരിപാടിക്കുള്ള ലൈറ്റും പരിപാടികളുടെ കുറേ വണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങി വന്നതാണ്. അവരുടെ ഏറ്റെടുക്കണം എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അത് ഒരു അനിവാര്യ കാര്യമായ അതാവട്ടെ, അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതാവാം, കുഴപ്പമില്ല, അത് അവർക്ക് അവരുടേതായ രീതിയിലാവാം. പക്ഷെ അതിലെല്ലാം വിശ്വാസികളായ ആളുകൾ അവിടെ ചെയ്യുന്നതൊക്കെ അതേപോലെ അനുകരിച്ച് ചെയ്യുക എന്നുള്ളത് എന്തല്ല, ശരിയായ നിലപാടല്ല. ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, സ്ത്രീകൾ വലിയ തോതിൽ വാഹനങ്ങളിൽ കയറി ഈ സിനിമാ തിയേറ്ററുകളിൽ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പബ്ലിക്കിലേക്ക് വരികയാണ്. എന്നിട്ട് അത് മഫ്തയിട്ട പർദ്ദയിട്ട സ്ത്രീകളും വന്ന് അവിടെ ആടാനും പാടാനും അന്യപുരുഷന്മാരുമായി മിങ്കിൾ ചെയ്യാനും ഒരവസരമായി ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. അത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകാം, അവർക്കായിക്കോട്ടെ. പക്ഷെ ഇസ്ലാമികമായിട്ട് ഒരാണും പെണ്ണും ഇതുപോലെ കൂടിയാടുക, അന്യപുരുഷന്മാരോടൊപ്പം കൂടിയാടുക, അന്യപുരുഷന്മാരുടെ തോളിലേറ്റ് സ്ത്രീകളെയൊക്കെയാണ് ജനക്കൂട്ടത്തിന്റെ നേരെ എടുത്തു കൊണ്ടുനടക്കുന്നത്. മുസ്ലിം സ്ത്രീകളെ ഇങ്ങനെ അതിരുവിട്ടൊരവസ്ഥയിലേക്ക് ഒരു കാരണവശാലും ഇത് പോകാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും എതിരാണ് ഇവർ പറയുന്നത്. പറയല്ലാതെ നിർവാഹമില്ല. ഈ മൗനമാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഈ മൗനമാണ്? ഇതൊക്കെ ശരിയാന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാവരും ഇതിന്റെ കൂടെ കൂടും. ആദ്യം കാണാൻ രണ്ടപ്പുറത്തുപ്പുറത്ത് പോയി നിൽക്കും. പിന്നെ അടുത്ത പ്രാവശ്യം അവർ കയറി കളിക്കാൻ തുടങ്ങും.
പിന്നെ ഇതിന് തെറ്റാണെന്ന് പറയണോ കുഴപ്പക്കാരനായി മാറി, അവൻ തീവ്രവാദിയായി മാറി, അവൻ ബഹുസ്വരതയ്ക്ക് പറ്റാത്തവനായി മാറി. അപ്പൊ ഇസ്ലാമികമായി ഇവിടെ ലോകത്ത് ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇനി കുഴപ്പമാകാൻ പോവാണ്. അതുകൊണ്ട് ഇതൊക്കെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അതിനർത്ഥം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നല്ല. അത് ഇടപെടുമ്പോഴും നമുക്ക് വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചു നമുക്ക് പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. അത് പറ്റുന്നതിൽ ഇടപെടുക, പറ്റാത്തതെന്ന് വിട്ടു നിൽക്കണം. ആ ഒരു ശ്രദ്ധ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം എന്താ അറിയോ, ഈ റിസൾട്ട് 5 കൊല്ലത്തിനുള്ളതാ. നമുക്ക് കാലാകാലമുള്ള റിസൾട്ട് വരേണ്ടത് നാളെ പരലോകത്താണ്. മനസ്സിലായോ? അവിടെ പരലോകത്തൊരു വിചാരണ ഉണ്ട്. അവിടെ നമ്മുടെ കർമ്മങ്ങൾ ശരിക്കും കനം തൂങ്ങിയാലേ നമുക്ക് പിന്നെ അവിടെ ജീവിതമല്ല, അവിടെ മരണമല്ല, അവിടെ ജീവിതമേ ഉള്ളൂ. അവിടെയാണ് യഥാർത്ഥ ജീവിതം. ഈ ദുനിയാവെന്ന് പറയുന്നത് കളിയും വിനോദവും മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. പരലോകമാകട്ടെ ലഹിയൽ ഹയവാൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശാശ്വതമായ ജീവിതം. ലൗകാനു യഅലമു, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് എന്താ നല്ലത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിക്കൂട്ടലാണ്. അപ്പൊ അതല്ല നമുക്ക് പ്രധാനം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് പരലോകത്ത് നമ്മുടെ റിസൾട്ട് വട്ടപൂജയാകാൻ പാടില്ല. ഈ നൈമിഷികമായ കൂടിയാടലിന് വേണ്ടി നമ്മൾ ആഹാരം നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കണം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായി വ്യത്യാസമുള്ള ആൾക്കാരാണ്. അതല്ലാതെ എല്ലാവരിലുമായി എല്ലാ അഴുക്കുചാലുകളിലും നീന്തേണ്ടവരല്ല മുസ്ലിങ്ങൾ. ഈ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നത് ദുൽഹിജ്ജ മാസമാണ്. ഉളുഹിയ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുക. ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും വിസ്മരിക്കാൻ പാടില്ല. അതിനുള്ള എണ്ണം വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുക്കങ്ങൾ നടത്തുക, അതിനുള്ള ശൂറകൾ പൂർത്തീകരിക്കുക, അങ്ങനെ ദീനിയായ കാര്യങ്ങൾ നിർവഹിക്കുക. എപ്പോഴാണ് അള്ളാഹു നമ്മളെ ഈ ലോകത്തും തിരിച്ചു വിളിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പരലോകത്തേക്കുള്ള പാഥയം ഒരുക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഈ ബഹളങ്ങൾക്കൊക്കെ അപ്പുറത്ത് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മളെ കൂടെ വരാൻ ഭാര്യയില്ല, മക്കളുമില്ല, രാഷ്ട്രീയക്കാരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, സ്വന്തം അമല് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ആ കാര്യം ആരും വിസ്മരിക്കരുത്. അള്ളാഹുവിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടകങ്ങളിൽ അസമാധാനവും കുടുംബ പ്രശ്നങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ സ്വസ്ഥതയും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.